ഹലോ, അസ്സലാമു അലൈക്കും. കറിയൊന്നും വേണ്ടാത്ത ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലുള്ള ആൾക്കനുസരിച്ച് പൊടിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക. ഞാൻ ഇവിടെ 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഓയിലും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ചേർത്ത് കുഴച്ചാലും ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്, കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ചപ്പാത്തിൻ്റെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കതവിടെ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാണ്ട് അത് തയ്യാറാക്കുന്ന സമയം അതവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. അപ്പോൾ അതാ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അതാ ഒരു വലിയുള്ളിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കനം കുറച്ചരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അവിടെ അടച്ച് വെച്ച് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ നമുക്കൊന്ന് അടച്ച് വെക്കുക. ഒരു 2 സെക്കൻഡിന് ശേഷം നമുക്ക് തുറന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, ഇവയെ 3 ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അധികം കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, അതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് പിച്ചിട്ടിട്ട് ഇതും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ ഒക്കെ എടുക്കുക. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാനിൽ തന്നെയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ആ മസാലയൊക്കെ ഒന്ന് സൈഡൊക്കെ ആക്കിയിട്ട് ആ മുട്ട ഞാൻ അവിടെ നിന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാം. മുട്ട ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ ഞാൻ ആ മസാലയിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ കുറച്ച് പൊടി തട്ടിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു അടപ്പോ അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു പാത്രമൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒരു ചപ്പാത്തിൻ്റെ മേലെ ഇങ്ങനെ റൗണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മുറിച്ചെടുക്കേണ്ട, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ റൗണ്ടിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികമൊന്നും ആവാതെ ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അങ്ങോട്ട് മറ്റൊരു ചപ്പാത്തി എടുത്തിട്ട് ഈ ചപ്പാത്തിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നേരത്തെ നമ്മൾ റൗണ്ട് പ്രസ് ചെയ്ത ആ അടപ്പെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നന്നായി പ്രസ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി.
അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാതും ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മൾ സാധാ ചപ്പാത്തി ചുടുന്ന പോലെ നമുക്ക് ഈ ഒരു ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം മറിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒന്ന് ഓയിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊന്നും വേണ്ടാത്ത നല്ല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പച്ചവെള്ളത്തിൽ കൊഴിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് കറിയൊന്നും വേണ്ട, നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.